കോൺഗ്രസ് നേതാക്കളെ ഒറ്റയ്ക്ക് കാണാൻ പോകരുതെന്ന താക്കീത് നൽകിക്കൊണ്ട് AICC വക്താവായിരുന്ന വനിതാ നേതാവ് രംഗത്തെത്തിയിരിക്കുന്നു. കോൺഗ്രസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായിട്ടാണ് AICCയുടെ മുൻ അംഗമായ സിമി റോസ്ബെൽ ജോൺ രംഗത്ത് വന്നിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളെ നിങ്ങൾ ഒറ്റയ്ക്ക് കാണാൻ പോകരുത്, വഴങ്ങിക്കൊടുത്താൽ മാത്രമാണ് പല സ്ഥാനങ്ങളും ലഭിക്കുകയുള്ളൂ എന്നുള്ള വിവാദമായ പ്രസ്താവനയുമായിട്ടാണ് ഇവരിപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. കോൺഗ്രസിൽ അവസരങ്ങൾ കിട്ടാൻ ചൂഷണത്തിന് നിന്നുകൊടുക്കണം, മുതിർന്ന നേതാക്കളുടെ അടുത്തേക്ക് തനിച്ചു പോകുന്നത് സുരക്ഷിതമല്ലെന്നും സിമി റോസ്ബെൽ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശനടങ്ങുന്ന പവർ ഗ്രൂപ്പാണ് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നതെന്നും സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വനിതാ നേതാവ് വെളിപ്പെടുത്തി. നേതാക്കളിൽ നിന്നും വനിതാ പ്രവർത്തകർക്ക് മോശം അനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ട്. നേരിട്ട അനുഭവം ഒരുപാട് പ്രവർത്തകർ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും സിമി റോസ്ബെൽ പറഞ്ഞു. നേതാക്കളുമായി രഹസ്യബന്ധമുള്ളതിനാൽ മാത്രം ജെബി മേത്തറിനും ദീപ്തി മേരി വർഗീസിനും അവസരങ്ങൾ തുടർച്ചയായി ലഭിക്കുന്നു. കോൺഗ്രസിൽ കാലങ്ങളായി സ്ത്രീകൾ ലിംഗവിവേചനം നേരിടുകയാണ്. ഉയർന്നു വരുവാൻ സ്ത്രീകൾ നേതാക്കന്മാരുടെ ഇഷ്ടങ്ങൾക്കൊത്ത് നിൽക്കേണ്ട സാഹചര്യമാണ് നിലവിൽ കോൺഗ്രസിൽ ഉള്ളത്. യോഗ്യരായ വനിതകൾ കോൺഗ്രസ് നേതാക്കന്മാരുമായി ബന്ധമുള്ളവരെന്നും സിമി റോസ്ബെൽ തുറന്ന് ആരോപിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ മികവുറ്റ പ്രകടനം കാഴ്ചവെച്ച വനിതാ നേതാക്കൾ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷരാകുന്നതിൻ്റെ കാരണം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടും. പ്രായമായ സ്ത്രീകളെ പരിഹസിച്ച് മാറ്റി നിർത്തുമെന്നും സിമി റോസ്ബെൽ ജോൺ വ്യക്തമായിട്ട് പറഞ്ഞു. കോൺഗ്രസിലെ നേതാക്കന്മാരെല്ലാവരും ഒരുതരം പെണ്ണുപിടിയന്മാരാണ് എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകളാണ് AICCയുടെ മുൻ അംഗമായ ഈ സിമി റോസ്ബെൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇത് ഗുരുതരമായ ഒരു ആരോപണമാണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തുടങ്ങി വച്ചിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ VD സതീശൻ്റെ എല്ലാം പേരെടുത്ത് പറഞ്ഞുകൊണ്ട്, പ്രതിപക്ഷ നേതാവിൻ്റെ എല്ലാം പേരെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ ആക്ഷേപം ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ അമർഷവും വിദ്വേഷവും എല്ലാം രീതിയിൽ ഉയർന്നു കഴിഞ്ഞു. ഒരു വലിയ വിഭാഗം അണികളും നേതാക്കന്മാരും ഈ ആരോപണവുമായി ബന്ധപ്പെട്ട നേതൃത്വത്തിനെതിരെ തിരിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. സ്വകാര്യ ചാനലിൻ്റെ അഭിമുഖം പുറത്തു വന്നതോടുകൂടി വലിയ തോതിലുള്ള കോളിളക്കമാണ് കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ടായിരിക്കുന്നത്. കൃത്യമായി അമ്മയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയെ ആകെ സ്ത്രീ പീഡനങ്ങളുടെയും അതുപോലെ തന്നെ ലൈംഗികാതിക്രമങ്ങളുടെയും കഥകൾ നിറഞ്ഞു നിന്ന് വലിയ തോതിൽ കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം മലീമസമായ ഈ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന പുറത്തേക്ക് വന്നത് ഗുരുതരമായി തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം കാണുന്നത്. ഇതിനെ എങ്ങനെ തടയിടുമെന്നോ എങ്ങനെ പ്രതികരിക്കണമെന്നോ ഉള്ള രീതിയിലുള്ള ഒരു പരസ്യ പ്രവർത്തനത്തിനും പരസ്യ പ്രതിഷേധത്തിനോ അല്ലെങ്കിൽ പ്രതികരണത്തിനോ ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കൾ ആരും തയ്യാറായിട്ടില്ല. പേരെടുത്ത് പറഞ്ഞിട്ട് പോലും ഈ നേതാക്കന്മാർക്ക് ആർക്കും മിണ്ടാട്ടവുമില്ല. കാരണം മൗനം ഇത് അംഗീകരിക്കുന്നു എന്നുള്ളതിന് തെളിവായിട്ട് തന്നെ ഒരു വിഭാഗം വ്യാഖ്യാനിച്ചു വരുന്നുണ്ട്. ഏതായാലും കോൺഗ്രസിലെ ഉരുണ്ടുകൂടിയിരിക്കുന്ന കാർമേഘം വലിയ തോതിൽ കോൺഗ്രസിനെ തകർക്കുന്ന കാഴ്ചയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്.